എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും ഒരു പ്രധാന ടോപ്പിക്കായിട്ടുള്ള മുസ്ലിം ലീഗിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? മിന്റോ സെക്കൻഡ്. മിന്റോ രണ്ടാമനാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയായി ചുമതല ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ വൈസ്രോയ് ആയിട്ടുള്ള മിന്റോയെ അറിയിക്കാനായി 1906 പോയ സിംല പ്രതിനിധി സംഘത്തെ നയിച്ചത് അഗാഖാൻ ആണ്. അഗാഖാൻ ആണ് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ വൈസ്രോയ് ആയിട്ടുള്ള മിന്റോയെ അറിയിക്കാനായിട്ട് 1906 പോയ സിംല പ്രതിനിധി സംഘത്തെ നയിച്ചത്. ആരാണ്? ഉത്തരം എന്താണ്? ആഗാഖാൻ. മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം. മുസ്ലിം ലീഗ് രൂപീകൃതമായത് 1906 ഡിസംബർ മാസം 30. 1906 ഡിസംബർ 30-നാണ് മുസ്ലിം ലീഗ് രൂപീകൃതം ആയത്. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളാണ് അഗാഖാൻ, നവാബ് സലീമുള്ള, മുഹ്സിൻ ഉൽ മുൾക്ക്. അഗാഖാനും നവാബ് സലീമുള്ളയും മുഹ്സിൻ ഉൽ മുൾക്കുമാണ് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികൾ. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അഗാഖാൻ. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ചുമതലയിലുണ്ടായിരുന്നതും അഗാഖാൻ ആണ്. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരമാണ് ധാക്ക. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക. മുസ്ലിം ലീഗിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്ക് എന്നാണ്. ഗ്രീൻ ബുക്ക് രചിച്ചത് മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലി രചിച്ച ഗ്രീൻ ബുക്കാണ് മുസ്ലിം ലീഗിന്റെ ഭരണഘടന എന്ന് അറിയപ്പെടുന്നത്. മുസ്ലിം ലീഗിന്റെ ഭരണഘടന ഗ്രീൻ ബുക്കാണ്. ഗ്രീൻ ബുക്ക് രചിച്ചത് മൗലാന മുഹമ്മദ് അലി. മുസ്ലിം ലീഗിന്റെ ശാഖ ലണ്ടനിൽ ആരംഭിച്ചത് സയ്യിദ് അമീർ അലിയാണ്. സയ്യിദ് അമീർ അലിയാണ് 1908 മുസ്ലിം ലീഗിന്റെ ശാഖ ലണ്ടനിൽ ആരംഭിച്ചത്. സയ്യിദ് അമീർ അലി. സയ്യിദ് അമീർ അലിയാണ് 1908 മുസ്ലിം ലീഗിന്റെ ശാഖ ലണ്ടനിൽ ആരംഭിച്ചത്. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായ വർഷം 1913 മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായത് 1913. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയത് 1916. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി മാറിയത് 1916. മുസ്ലിം ലീഗിൽ അംഗമായത് 1913. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി മാറിയത് 1916. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്ന് അഭിപ്രായപ്പെട്ട നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. എന്താണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്ന് അഭിപ്രായപ്പെട്ട നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. കോൺഗ്രസും മുസ്ലിം ലീഗും ആദ്യമായി സംയുക്ത സമ്മേളനം നടത്തിയത് 1916 ലക്നൌവിൽ വെച്ചാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ആദ്യമായിട്ട് സംയുക്ത സമ്മേളനം നടത്തിയ വർഷമാണ് 1916. അത് നടന്നത് ലക്നൗ സമ്മേളനത്തിലാണ്. 1916 ലക്നൗ സമ്മേളനം. കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൗ കരാറിൽ ഒപ്പുവെച്ചതും 1916. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ലക്നൗ കരാറിൽ ഒപ്പുവെച്ചത് 1916. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായിട്ടുള്ള ഡോൺ ആരംഭിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന തന്നെയാണ് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായിട്ടുള്ള ഡോൺ ആരംഭിച്ചത് 1942. പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാലാണ്. പ്രത്യേകമായിട്ടുള്ള മുസ്ലിം രാഷ്ട്രീയവാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നതും മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായിട്ട് നടത്തിയത് മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ് സാരേ ജഹാം സെ അച്ഛ എന്ന നമ്മുടെ ദേശീയ ഭക്തി ഗാനം
രചിച്ചത്? മുഹമ്മദ് ഇക്ബാലിന്റെ ചോദ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തി. പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നു. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതും മുഹമ്മദ് ഇക്ബാൽ ആണ്. 1929 14 ഇന തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവും മുഹമ്മദ് അലി ജിന്നയാണ്. 1929 14 ഇന തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗിന്റെ സമ്മേളനം 1930 അലഹബാദ് സമ്മേളനമാണ്. പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം 1930 അലഹബാദ് സമ്മേളനം. ഇനിയിപ്പോൾ പാകിസ്ഥാൻ വാദം എന്താണെന്ന് നോക്കണ്ടേ? പാകിസ്ഥാൻ വാദം അതിനെപ്പറ്റി നോക്കുമ്പോൾ ഉറുദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിന് അർത്ഥം എന്താണ്? ശുദ്ധമായ നാട്, അതായത് വിശുദ്ധരുടെ നാടെന്നാണ് ഉറുദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിന്റെ അർത്ഥം. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ്. പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലി. ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദവുമായി ലഘുലേഖ പ്രസിദ്ധീകരിച്ച് കേംബ്രിഡ്ജ് സർവകലാശാല വിദ്യാർത്ഥിയാണ് റഹ്മത്ത് അലി. ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദവുമായി ലഘുലേഖ പ്രസിദ്ധീകരിച്ച കേംബ്രിഡ്ജ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ് റഹ്മത്ത് അലി. പാകിസ്ഥാൻ എന്നതിൻ്റെ പൂർണ്ണ രൂപം നോക്കുമ്പോൾ P ഫോർ പഞ്ചാബ്, A ഫോർ അഫ്ഗാനിസ്ഥാൻ, K ഫോർ കാശ്മീർ, S ഫോർ സിന്ധ്, TAN ഫോർ ബലൂചിസ്ഥാൻ. പാകിസ്ഥാന്റെ പൂർണ്ണ രൂപം P സ്റ്റാൻഡ്സ് ഫോർ പഞ്ചാബ്, A സ്റ്റാൻഡ്സ് ഫോർ അഫ്ഗാനിസ്ഥാൻ, K സ്റ്റാൻഡ്സ് ഫോർ കാശ്മീർ, S സ്റ്റാൻഡ്സ് ഫോർ സിന്ധ്, TAN ഫോർ ബലൂചിസ്ഥാൻ. ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്നു പേരുള്ള രാഷ്ട്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പ്രമേയം പാസാക്കിയ സമ്മേളനം 1940 ലാഹോർ സമ്മേളനം. ഇന്ത്യയെ വിഭജിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്നു പേരുള്ള രാഷ്ട്രം തങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പ്രമേയം പാസാക്കിയ സമ്മേളനം 1940 ലാഹോർ സമ്മേളനമാണ്. 1940 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മുഹമ്മദ് അലി ജിന്ന. 1940 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്ന. 1940 ലാഹോർ സമ്മേളനത്തിൽ വെച്ച് ദ്വിരാഷ്ട്രവാദം, അതായത് 2 നേഷൻ തിയറി അവതരിപ്പിച്ച നേതാവ് മുഹമ്മദ് അലി ജിന്ന. ദ്വിരാഷ്ട്രവാദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്ന ആണ്. 1940 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ദ്വിരാഷ്ട്രവാദം 2 നേഷൻ തിയറി മുഹമ്മദ് അലി ജിന്ന അവതരിപ്പിച്ചത്. അതുകൊണ്ട് ദ്വിരാഷ്ട്രവാദത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്ന. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർത്ത നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർത്ത നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 1940 സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് AK ഫസഹുൽ ഹഖ്. 1940 സമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി AK ഫസലുൽ ഹഖ് ആണ്. AK ഫസലുൽ ഹഖ് ആണ് 1940 സമ്മേളനത്തിൽ പാകിസ്ഥാന്റെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചത് 1946 ആഗസ്റ്റ് 16. 1946 ആഗസ്റ്റ് 16 മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചത്. ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ. വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ എന്നതാണ് ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിന്റെ മുദ്രാവാക്യമായിട്ട് അവർ വിളിച്ചത്. വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ മുസ്ലിം ലീഗിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് നോക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ടോപ്പിക്സൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ
ഞാൻ ആ വീഡിയോസ് ചെയ്തു തരാൻ ശ്രമിക്കുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ PSC റിലേറ്റഡ് കണ്ടന്റ് വീഡിയോസും റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസായും ലഭിക്കുന്നതാണ്. കൂടുതൽ ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള PSC വീഡിയോസുമായി ഞാൻ വീണ്ടും ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.